വീട്ടിലെ വിട്ടു. അതെ അയ്യോ അമ്മച്ചേ. ഏതായാലും ചെയ്ത്ത് ഇത്തിരി കടുത്തുപോയി. മൂർഖനെയാ നോവിച്ചു വിട്ടത്. മൂർഖനെയാണ് നോവിച്ചു വിട്ടതെന്ന് അറിയാളിയാ. അത് പിന്നെ കുഴപ്പമില്ല. തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏനക്കേട് വരില്ല. എടാ ഉപ്പ് കണ്ടം കോര കഴിവണമേ. ഇറങ്ങി വാടാ. വേണ്ട പ്രിൻസിപ്പലെ വേണ്ട. വിടാ. പ്രിൻസിപ്പാള് ഏത് പ്രിൻസിപ്പാള്? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുളിച്ചാടാ കേടി. പ്രിൻസിപ്പാള് അതൊക്കെ പണ്ട് 4ാം ക്ലാസ്സിന് ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴിവണവനെ. നീ മേടിക്കും. ഇറങ്ങി വാടാ കോര കഴിവണവനെ. എടാ പാപ്പി അപ്പി മാത്ത പോത്ത എവിടാ? നിന്റെ ചേട്ടൻ ചത്തോടാ. ഇറക്കി വിടവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പ് കണ്ണൻ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിള്ളേർ തല്ലുന്നേ. ഇതിന്റെ പൂഴിക്കിടങ്ങനടിയോ? നീ തച്ചോളി എന്റെ പല കഴിവടാ മോനെ. ഇറങ്ങി വരികയല്ലടാ. ഇറങ്ങി വരികയല്ല. എനിക്കറിയാം നീയൊക്കെ 8ഉം 10ഉം പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും. നിന്റെ വീട്ടുമുറ്റത്താണാ നിൽക്കുന്നേ. ധൈര്യം കൊണ്ട് ആരാണ് ഇറങ്ങി വാടാ. ഓരോ കഴിവേറി. ഏലിയമ്മേ നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി. കള്ള കഴിവള മോള്. എന്നെ പറ്റിച്ചവളെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. എടി ഏലിയമ്മേ നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും. എന്റെ തള്ളണ പ്രായമുണ്ട് നിനക്ക്. എന്നാലും പറയാ നീയും എന്റെ കൈ കിടന്ന് പിടക്കൂടി. എടാ ഊറിയ പുള്ളിയോളെ മീക്കായേ നീ ചെവിയെ നുള്ളിക്കോ. 8 ദിവസം നീ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞച്ചനാടാ പറയുന്നേ. എടീ മോളിക്കുട്ടി നീ നിന്റെ തന്തയ്ക്കും അമ്മാച്ചന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണവാപ്പീസ് ചെല്ലിക്കോടി. വരടാ മോളെ. പ്രിൻസിപ്പലെ കോട്ട എവിടെ കിടക്കുന്നു? ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു? കുഞ്ഞച്ചനോടാ കളി. അടിയും തടിയും മരത്തെ കയറ്റം പിടിച്ചടാ കുഞ്ഞ. ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനൊരു കള്ളം പറഞ്ഞത്? കണ്ടില്ലേ എന്തെല്ലാം പുലിവാലികളാണ് അതിന്റെ പുറകെ. ചേച്ചിയുടെ മനസ്സിലെന്താ? എനിക്ക് ആ ജോയിക്കുട്ടിയെ ഇഷ്ടമാണ്. എങ്കിലും അത് നേരത്തെ അങ്ങ് എല്ലാരോടും പറഞ്ഞൂടായിരുന്നോ? ഇത്രയ്ക്കൊരു വളഞ്ഞ വഴി വേണ്ടിയിരുന്നോ? ഞാനാരോടും പറയാൻ പോണില്ല. പാവം കുഞ്ഞച്ചൻ ചേട്ടൻ എന്താശയായിരുന്നു. ചേച്ചിക്ക് വേണ്ടിട്ടാ കുഞ്ഞച്ചൻ ചേട്ടൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ടും എനിക്ക് ആ മനുഷ്യനോട് ഒരു വിരോധവും തോന്നില്ല. പാവം. മികായിലേക്കാ എന്താ? നിങ്ങളുടെ തോട്ടത്തെ ആരോ തീയിടുന്നു. ആ കോട്ടയം കുഞ്ഞച്ചനാണെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ. അയ്യോ എന്റെ കർത്താവേ. എന്റെ ദൈവമേ എന്റെ കർത്താവേ.
കൊന്നു. ആര്? ഇപ്പൊ എന്റെ ചേട്ടമ്മ മിഖാലിനെ കൊന്നു. എവിടെ? അവിടെ തോട്ടത്തിലാരോ തീം വെച്ചു. പ്രിൻസിപ്പൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം. ഞാൻ എന്തിനാണ് മാറി നിൽക്കുന്നേ? എന്ന് വെച്ചാൽ പ്രിൻസിപ്പലല്ലേ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത്. അതിന് ചേട്ടാ ഇത് വലിയ പുലിവാലായല്ലോ. എടാ അലമ്പുണ്ടാക്കിട്ട് ഞാൻ നേരെ എങ്ങോട്ടല്ലേടാ പോകുന്നത്? എന്റെ കുഞ്ഞച്ചൻ ചേട്ടാ, അതൊക്കെ കോടതിയിൽ പറയാൻ പറ്റൂ. പോലീസ് ചേട്ടനെ തിരക്കി ഇവിടെ വരും. ഒന്ന് മാറിയിരുന്നു. നേരാ കുഞ്ഞച്ചാ, കുറച്ച് ദിവസം മാറി നിൽക്കും. പറയുന്ന കേൾക്ക് പ്രിൻസിപ്പലെ. എവിടെടാ കുഞ്ഞച്ചൻ? എനിക്കറിയില്ല സാറേ. ഒരെണ്ണം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കഴിവേറ മോനെ. എവിടാവൻ? ഇങ്ങോട്ട് വന്നാൽ അരിഞ്ഞെല്ലാത്തിനെയും കൊന്നുകളയും. ഈ ലോകത്തെവിടെ നിയമമുള്ളതാ. വഴി നടക്കാൻ ഇടം കൊടുത്തോളം. ഇതുവഴി ഞങ്ങൾ വഴി നടക്കും, ഞങ്ങളുടെ വണ്ടി ഓടിക്കും. തടയാൻ വന്നാ ഉണ്ടല്ലോ, നിന്റെ മറ്റവൻ അയച്ചിടത്തേക്ക് നിന്നെ അയക്കും. എല്ലാറ്റിനെയും കെട്ടിക്കാറായ പെമ്പിള്ളേരെ വെച്ച് ചട്ടമ്പി കളിക്കുന്നോടി. കഴിവാണോ മോളെ? കാണുന്നില്ലല്ലോ. ഈ ചെറുക്കനിത് എവിടെ പോയി എന്റെ ദൈവമേ? നീ എന്ത് വിചാരിച്ചേ ഈ കോട്ടയം കുഞ്ഞത്തിനെ പറ്റി? കവലയിലും പള്ളിയങ്കണത്തിലും ഒക്കെ നിന്റെ പുറകെ മണപ്പിച്ച് നടക്കുന്നവന്മാരെ കൊടുത്തിപ്പെട്ടവനാണ് ഞാനെന്ന് വിചാരിച്ചോ? ഒരു തൊഴിൽ തന്നെയാണ് ഞാനിവിടെ വന്നത്. നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ആശ തോന്നി. മര്യാദ ചോദിച്ചല്ലേ ഉള്ളൂ. ഇല്ലാത്ത ആശ തോന്നി നീ എന്നെ കുരങ്ങളിപ്പിക്കാൻ നോക്കി അല്ലേ? ചെയ്യാത്ത തെറ്റിന് കുഞ്ഞത്തൻ ഇന്ന് വരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. എന്നോ നാളെ ഞാൻ പോലീസിന്റെ വിലപ്പെടും. അപ്പം ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ 10-12 കൊല്ലം ജയിലിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ തൂക്കുമരത്തിലേക്ക് പോകുമ്പോ എനിക്ക് പറ്റാത്തവൻ തോന്നാൻ പാടില്ല. എന്നെ അങ്ങനെ കഴുമരത്തിലേക്ക് വിട്ടിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞങ്ങൾക്ക് ആരുമില്ല, ചോദിക്കാനും ആരും വരില്ല. കുഞ്ഞച്ചൻ ചേട്ടനോട് ഞാൻ ചെയ്ത തെറ്റാണ്. ആ തെറ്റ് ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ മനഃപൂർവ്വമല്ല. ആ ജോയിക്കുട്ടിയെ എനിക്കിഷ്ടമായിരുന്നു. അപ്പം മരിച്ചു, ആരും ഇല്ലാതായി. ഒന്നിവിടം വരെ വരാനുള്ള മനസ്ഥിതി അയാൾക്ക് തോന്നിയില്ല. ചേട്ടൻ എന്ത് വേണമെങ്കിലും ആവാം. നിനക്ക് നന്നാവണമെന്നും ഗുണം പിടിക്കണമെന്നും ശരിക്കുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി സംസാരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. വിശ്വസിക്കണമെന്നില്ല. നിങ്ങളുടെ അപ്പച്ചനെയും അമ്മാച്ചനെയും കൊന്നത് ഞാനല്ല. എനിക്കതറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പച്ചനെ കൊല്ലാൻ മാത്രം
അത് കുഞ്ഞച്ചൻ ചേട്ടൻ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. അമ്മച്ചി എവിടെ? ഉപ്പുണ്ടത്തിന് പോയതാ. ഓ, ഒളിവിലാണെങ്കിലും കുഞ്ഞച്ചൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. കൊന്നുകളയാൻ ആളെ തേടി പോയതായിരിക്കും. ചേട്ടൻ കണ്ടല്ലോ ആ വേലിയൊക്കെ പൊളിച്ച് കത്തിച്ചിട്ടിരിക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ആ കോഞ്ഞിരപ്പള്ളി പാപ്പൻ അവരാണ് എല്ലാത്തിന്റെയും പിന്നിൽ. അമ്മച്ചി വരാൻ സമയം കഴിഞ്ഞു, ഇനിയും കാണുന്നില്ലല്ലോ. ആങ്ങളമാരുടെ അടുത്തോട്ടല്ലേ പോയത്? എത്ര രാത്രിയായാലും വരും. ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളെന്ന് അമ്മച്ചിക്കും അമ്മാച്ചന്മാർക്കും അറിയാലോ. ഇത്രയും വൈകേണ്ട കാര്യമില്ല. കുട്ടപ്പൻ അന്വേഷിച്ചു പോയിരിക്കുക. കുട്ടപ്പൻ പോയിട്ട് എത്ര നേരമായി? 1 മണിക്കൂറോളായി. ഞങ്ങൾക്ക് ആകെ പേടിയാവുന്നു ചേട്ടാ. മോളിക്കുട്ടി അങ്ങ് ക്ഷമിച്ചോളൂ. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്നടാ? കുഞ്ഞിച്ചൻ ചേട്ടാ, അമ്മച്ചിയെ തല്ലി ബോധം കേട്ട് കിടക്കുക ആ പാടത്ത്. കേറ്. ചേച്ചി, 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 മോളി, ചേച്ചി, 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 സൂഫി, സൂഫി, മോളി, കുട്ടപ്പ. വേണ്ട, വിട്, വിട്. അവനെ അടിക്കാതെ. അവനാ ഞങ്ങളെ രക്ഷിച്ചത്. മോളെ, എന്റെ പിള്ളേരെന്തേ? അവരെ കാണാനില്ല. അയ്യോ, എന്റെ കർത്താവേ. അറിയാൻ മേലെ. നീ ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കും. കോന്നരപ്പള്ളി പാപ്പ. എവിടാ മോളിയും സൂസിയും? എവിടാ മോളിയും സൂസിയും? എന്റെ പൊന്നു കുഞ്ഞച്ച, ആ കുരുത്തക്കെട്ടവനടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ. ഏത് കുരുത്തം കെട്ടവൻ? എന്റെ പൊൻ ജിമ്മി, ജിമ്മി. അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. എന്നിട്ടിപ്പോ അവൻ എവിടെ? തോട്ടത്തിൽ. ഏത് തോട്ടത്തിൽ? അക്കരെ. വേണം. നിങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ചോ? എന്റെ അമ്മോ, കുരുത്തക്കെട്ട പിള്ളേരുണ്ടായ വയസ്സുകാലത്ത് താന്തമാർക്കിയത് തന്നെ പ്രയോജനം. നിങ്ങളെ ഈ വഴിക്ക് വയ്ക്കൂ. ആ ചോലയ്ക്കപ്പുറം വഴിയുണ്ട്, റോഡ്. അവിടെ നിന്ന് പാടത്തൂടെ വന്നാൽ മതി. അപ്പൊ കുഞ്ഞച്ചനോ? ഞാൻ അപ്പുറത്തെ കടവിൽ നിന്ന് വള്ളത്തിൽ വരാം. അല്ല, നമുക്ക് ഒന്നിച്ചു പോയാ പോരെ? ശരിയാവൂല. നമ്മൾ വരുന്നത് എങ്ങനെ അവന്മാര് മണത്തറിഞ്ഞാൽ അവർ ഒരു വഴിക്ക് രക്ഷപ്പെടാൻ പാടില്ല. എന്നാ വിട്ടോ. ശരി. ഡേയ്, ഒരെണ്ണം അകത്തെടുത്തോ. ഇപ്പൊ തരാം. പാടോ, വാടോ. കുഞ്ഞ ഇനി താമസിക്കണ്ട കുഞ്ഞ്, പെട്ടെന്നാവട്ടെ. ചെറുപ്പക്കാരനായി എരിക്കില്ലാത്ത തിടുക്കം കിളവനായ തനിക്കോ? ഓ, ഇതിനങ്ങനെ പ്രായം വല്ലതും ഉണ്ട് എന്റെ പൊന്നു കുഞ്ഞ്? കുഞ്ഞ് അതല്ല, നേരം വെളുക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങളെ വീട്ടിലാക്കിയില്ലെങ്കിലേ എങ്ങനെയാ? നേരം വെളുക്കുന്നതിന് മുമ്പ് കൊണ്ടാക്കിയില്ലെങ്കിൽ എന്തുണ്ടാവാനോടൂ? ആരുണ്ട് ഇവരെ സഹായിക്കാൻ? അല്ല, ഏലാമക്കിട്ട് അടി കൊടുക്കുന്നത് ആ കുരുത്തം കെട്ട ചെറുക്കൻ കണ്ടല്ലേ? ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കെട്ടിക്കാറായ ഈ പെമ്പിള്ളേര്, അതും ദൈവഭയത്തിലും പള്ളിയിലും ഒക്കെ കൂടി വളർന്ന ഈ പെമ്പിള്ളേര് പുറത്ത് പറയൂ താനൊരു മണ്ടൻ? അതെ 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 അതെ. പാടോ.
മോളിക്കുട്ടി കുഞ്ഞച്ചാ, കാര്യമൊക്കെ പറഞ്ഞേക്കാം. താനാ രക്ഷിച്ചത്, ഞങ്ങളെയും കൂടെ രക്ഷിച്ചത് താനാ. പക്ഷെ ഈ തൊട്ടുകളി ഉണ്ടല്ലോ, അത് ചട്ടമ്പിത്തരോ. ഞങ്ങളുടെ മരുമക്കളെയും ഞങ്ങളെയും രക്ഷിച്ചതിന് ഞങ്ങൾ സത്യമുള്ള ചട്ടമ്പിമാരാണെങ്കിൽ കോറച്ചേട്ടനാണ് സത്യം. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പ്രത്യുപകാരം ചെയ്യും. പ്രിൻസിപ്പളെ, ഉപ്പുണ്ടോ? അയ്യോ, അല്ല, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പുതിയ വല്ല പ്രശ്നം ഒന്നുമില്ലല്ലോ, നമ്മളെല്ലാം സോൾവ് ചെയ്തല്ലോ. ഈ ഒരു പരുവത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അടിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇനിയും നമ്മൾ തമ്മിൽ തല്ലി വേറൊരുത്തൻ മുതലെടുക്കാനാണ് വരുന്നത്. അല്ല, ഈ പ്രശ്നം എന്തുവാ? ഒരാലോചനയും കൊണ്ട് വന്നതാ. കല്യാണാലോചന. ഞങ്ങൾക്ക് ആയുള്ളൊരു പുന്നാര പെങ്ങടെ പുന്നാര മോളാ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം. പെണ്ണിപ്പ പറയുന്നത് അവക്ക് ഇഷ്ടമാണെന്നാ. കുഞ്ഞറ്റൻ ചേട്ടന് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ ഈ വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച നമുക്ക് ഇവിടുത്തെ പള്ളിയിൽ വെച്ചാവാം. കാര്യം നമ്മളൊക്കെ ചട്ടമ്പികളാണെങ്കിലും നമ്മുടെ പെങ്ങന്മാരെയും മക്കളെയും ചട്ടമ്പികളെ കൊണ്ട് കെട്ടിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അതിന്റെ കാര്യം എന്നാ? എന്നതാ കാര്യം? അങ്ങനെ ചോദിക്കൂ കുഞ്ഞച്ചാ. കോരച്ചായം പോയില്ലേ? പ്രായം കൊണ്ടൊക്കെ ഇല്ലെങ്കിലും ഏതാണ്ട് കയ്യിലിരിപ്പ് കൊണ്ടും പ്രവൃത്തി ഗുണം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും കുഞ്ഞച്ചൻ കോരച്ചായനെ കട്ട നിൽക്കും. അപ്പൊ പിന്നെ കുഞ്ഞച്ചനും കൂടി ഇങ്ങോട്ട് ചേർന്നാൽ പഴയ പോലെ 5 പേരുടെ ഒരു കോറം. അത് കൊള്ളാം. അത് ഞാൻ സമ്മതിക്കില്ല.